പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവജനത്തോട്, ഇസ്രായേൽ ഗൃഹത്തോടുള്ള കർത്താവിൻ്റെ അരുളപ്പാടാണ്. ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലയുള്ളവനാണ്, നീ എനിക്ക് മാന്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ലോകം നിനക്ക് വില നൽകിയില്ലെങ്കിലും, ലോകം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ലോകം നിന്നെ നിന്ദിച്ചാലും പരിഹസിച്ചാലും, നിൻ്റെ കൂടെ നിൽക്കുന്നവർ, നിൻ്റെ സമൂഹത്തിലുള്ളവർ, നിൻ്റെ ചുറ്റും നിൽക്കുന്നവർ നിനക്ക് വിരോധമായി നിന്നാലും, നീ അവർക്കൊരു ഇമ്പോർട്ടൻ്റ് വ്യക്തി അല്ലെങ്കിലും, കർത്താവിൻ്റെ വചനം പറയുക, ദൈവം തൻ്റെ ജനത്തോട്, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരോട്, ഇസ്രായേൽ ഗൃഹത്തോട് കർത്താവ് പറയുക, നീ എനിക്ക് വില ഏറിയവനും മാന്യനുമാണ്. യു ആർ പ്രഷ്യസ് ഇൻ ദ സൈഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഒരിക്കലും എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല, എന്നെക്കൊണ്ടൊരു ഉപയോഗമില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് ആരും പറയരുത്. സ്തോത്രം. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നീ വിലയുള്ളവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി തന്ന് സഭയെ വിലയ്ക്ക് വാങ്ങിയതാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, യോസേഫിൻ്റെ സഹോദരന്മാർ തന്നെ 20 വെള്ളിക്കാശിന് വേണ്ടിയാണ് വിറ്റ് കളഞ്ഞത്. അതേസമയത്ത് യേശു കർത്താവിനെ 30 വെള്ളിക്കാശിനാണ് വിറ്റത്. പ്രിയപ്പെട്ടവരെ, ലോകം പലതും അളക്കും, എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് തൻ്റെ ജനത്തെ ചേർത്ത് പിടിക്കും. കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിച്ചിരിക്കുകയാൽ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, യഹോവയായി ഞാൻ നിൻ്റെ രക്ഷകനാണ്, നിൻ്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സേബയും കൊടുത്തിരിക്കുന്നു. ജാതികളെ കർത്താവ് കൊടുത്തിരിക്കുക. നീ അത്രമാത്രം ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ്. നിനക്ക് പകരം, നിൻ്റെ ജീവന് പകരം കർത്താവ് ചില ജാതികളെ കൊടുക്കും. എന്നിട്ട് ആ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്ന ഒരു വാഗ്ദത്ത വചനമാണ്, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ തീയിലൂടെ കടന്നു പോകും, നീ വെള്ളത്തിലൂടെ കടന്നു പോകും, പ്രതികൂലത്തിലൂടെ ഒക്കെ നീ കടന്നു വന്നാൽ കർത്താവ് പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ദൈവസന്നിധാനത്തിൽ വിലയുള്ളവനാണ്.